നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോയാലോ? യെസ്. നീ ഇറങ്ങിയപ്പോ പോസിറ്റീവ്, അവ ഇറങ്ങിയപ്പോ നെഗറ്റീവാ. തിരിച്ചല്ലേ? ഗബ്രി ഇറങ്ങിയപ്പോൾ ഗബ്രിക്ക് പോസിറ്റീവ് ഉണ്ടായിരുന്നില്ലേ? ഇവള് കാരണം പുറത്തേക്കാക്കപ്പെട്ട ഒരു പയ്യനെന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഒരു കൺസിഡറേഷൻ ഗബ്രിയോട് ഉണ്ടായിരുന്നില്ലേ? അങ്ങനെയല്ലേ? ഓ, അതും പ്ലേറ്റ് മാറ്റിയ. അതൊരു പോയിന്റാണ്. അവനക്ക് അവൻ്റെതായ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, എനിക്ക് എന്റേതായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. അപ്പോൾ ഞാനും അവനും ഇതുപോലെ പുറത്തുനിന്ന്, അതായത് ഇവർക്ക് ആ സമയത്ത് എന്താണോ കളിച്ചുകൊണ്ടിരുന്നത് അത് കണ്ടുവന്ന ആൾക്കാർ. അപ്പോൾ എന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിനെ പറ്റിയ നന്നായി കളിക്കുന്നുണ്ട്, കപ്പടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അവർക്ക് ഒരു നെഗറ്റീവ് വരാനോ അല്ലെങ്കിൽ നെഗറ്റീവ് എന്തെങ്കിലും ഫാക്ടർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇടപെട്ട് അത് ഒന്നും ഉണ്ടാകുന്ന ഒരു ഇന്റൻഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഗബ്രിയുടെ കാര്യം കുറെ കാര്യങ്ങൾ നമുക്ക് പുറത്തുനിന്ന് അകത്ത് നിൽക്കുമ്പോൾ നമുക്ക് അറിയില്ല എന്തൊക്കെയാണ് അകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് തവണ ഇവർ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പല കാര്യങ്ങളും മനസ്സിലാവില്ല, ആൾക്കാർ പറയുന്നത് അതിനകത്തുള്ള ആൾക്കാർ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. പക്ഷേ പുറത്ത് ഔട്ട് പോയിരിക്കുന്നത് കാണുമ്പോഴാണ് നമ്മൾ ഇത് ഞാനാണെങ്കിലും ഇതൊക്കെ ഇങ്ങനെയാണ് പോയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കും. പക്ഷേ പുറത്തുള്ള മനസ്സിലാക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ജാസ്മിൻ പറഞ്ഞ പോലെ ഇത്രയും മാത്രമേ കാണുള്ളൂ, ഇത് കാണുന്നില്ല, ഇത് കാണുന്നില്ല, ഈ ഒരു പോഷൻ മാത്രമേ കാണുള്ളൂ. അപ്പോൾ എനിക്ക് ആൾക്കാരുടെ മെന്റാലിറ്റി എന്താണെന്ന് മനസ്സിലായി, ഇവിടെ അതിനെ എങ്ങനെ എടുക്കുന്നത് എനിക്ക് കണ്ടു പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു നമുക്ക് ശ്രീൻറേസ് കിട്ടി, ശ്രീസേസ് കിട്ടി, അതാണ് ശ്രീസേസ് പെട്ടി കുട്ടര് സീസ് കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പ് ജാസ്മിൻ അടിക്കണം, കപ്പടിക്കാൻ നല്ല ചാൻസ് ഉള്ള ആളാണ്. പിന്നെ നെഗറ്റീവ് പാടില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിൽക്കുമ്പോൾ ഗബ്രി പാട്ട് പാടുന്നതല്ല എൻ്റെ പ്രശ്നം. അതിന് മുന്നേ തലേന്ന് രാത്രി ഗബ്രി ജാസ്മിനോടെല്ലാം പറഞ്ഞു. ഞാനും അവിടെ വന്നത് ഇപ്പോൾ ജാസ്മിനായിട്ട് പറയുന്നുണ്ടായിരുന്നു, പുറത്തിറങ്ങുമ്പോൾ അവൻ ഇങ്ങനെ കാണുമ്പോൾ ഇത്രയും സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പറയും. പക്ഷേ ഫിനാലെ കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഫിനാലെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ കാര്യങ്ങൾ ഞാൻ പറയും. പക്ഷേ ഫിനാലെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ളത് ഇരിക്കുന്നുണ്ടായിരുന്നു. കാര്യം അത്ര ഗംഭീരമായിട്ട് ജാസ്മിന്റെ പെർഫോമൻസ് ആ ഒരു ടൈമിൽ പോയി അത് കളയുന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഗബ്രി വന്നിട്ട് ജാസ്മിനോടെല്ലാം പറഞ്ഞു, ജാസ്മിൻ എന്നോട് പറയുമ്പോൾ ഞാൻ അത്രയും നേരം ഒന്നും വരാതെ നോക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡിലിരുന്നു. പിന്നെ അവൻ തന്നെ എല്ലാം പറഞ്ഞു. വീണ്ടും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതി എന്റെ പോയിന്റ് ഓഫ് വ്യൂ, ഓക്കെ, ഇവരുടെ ഒരു എനിക്ക് അറിയില്ല, എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇവരിക്കുന്നത് എനിക്ക് താല്പര്യം, എനിക്ക് പേഴ്സണലി താല്പര്യമായിരുന്നു. അതെ, അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ തോന്നിയില്ല, പറ്റില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഡയലോഗ് പറഞ്ഞു. പക്ഷെ അതിന് മുന്നേ കാര്യങ്ങളല്ല, മോള് കൂടെ നടന്ന ചല്ലും ചെലവൊക്കെ അവള് നോക്കിക്കാളും. അതാണ് ചമന്നോണ്ട് നടക്കണുണ്ട്. നടക്കട്ട് നടക്കട്ട്. എനിക്ക് ആ ഒരു എനിക്കിപ്പം മേ ബി എനിക്ക് കപ്പ് എന്നുള്ളൊരു സാധനം എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇത്രയും അനുഭവിച്ച ഒരു പെൺകുട്ടി ഈ ഒരു അനുഭവിക്കുന്നതിന്റെ മാനദണ്ഡത്തിലാണോ അവിടെ ഗപ്പ് കൊടുക്കുന്നത്? ആണോ? എന്നാൽ അർഹതപ്പെട്ടവനൊക്കെ തന്നെയാണ് കപ്പ് കിട്ടിയത് ജിൻഡോയ്ക്ക്. അല്ലാതെ ഇവൾ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവക്ക് കപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കേരളക്കരയിലുള്ള മുഴുവൻ പെണ്ണുങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. മര്യാദയ്ക്ക് ജീവിക്കുന്ന എല്ലാ പെൺകുട്ടികളെയും അപമാനിക്കുന്നതിന് തുല്യമാണ് ഇവക്ക് കപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. ബിഗ് ബോസ് ചരിത്രത്തിൽ വേറെ ഇല്ല ഇത്ര സൈബർ അറ്റാക്ക്, അതുപോലെ തന്നെ അതിനകത്തും ഇത്ര അറ്റാക്ക് ചെയ്തിട്ടുള്ള വേറെ വ്യക്തി ഒരു സീസണില്ല. അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് സർവൈവ് ചെയ്ത് വന്നാൽ ആരും കപ്പടിക്കണമെന്നായിരുന്നു എൻ്റെ പറയുന്നില്ല. അപ്പം ഇവരുടെ ആ ഒരു സാധനം മനസ്സിലായി എന്താണ് കപ്പടിക്കുന്നെങ്കിൽ ഇവർ അടിക്കട്ടെ, അപ്പോൾ ഇതിനകത്ത് ഒരു വേറെ സാധനം വരരുത് എന്നുള്ളതാണ് ഇവരുടെ മൈൻഡ് സെറ്റ്. ഇവരുടെ മൈൻഡ് സെറ്റ് ഇവരുടെ മൈൻഡിൽ എനിക്ക് കപ്പ് എന്നുള്ള സാധനത്തെക്കാൾ കൂടുതൽ ഞാൻ പുറത്തിറങ്ങി എനിക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് എന്നെ കൊണ്ട് ഒരിക്കലും
പെണ്ണുമ്പുളയാണ് ഏറ്റവും വലിയ വിഷമെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്നറിയാമോ? ഈ പെണ്ണുമ്പുള ഒരുത്തിയാണ് അതിനകത്ത് കിടന്ന് ഈ സർവ്വ കുത്തിത്തിരിപ്പും ഉണ്ടാക്കിയത്. രണ്ടുപേരുടെ സൗഹൃദം കോംപ്രമൈസ് ചെയ്യാൻ കെട്ടിപ്പിടി തന്നെയായിരുന്നു. ഇവളുടെ ഒരു ലസ്റ്റ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ എല്ലാം ഉപയോഗിച്ചെന്നാണ്. കൂടെ നിന്ന് കഴുത്തറക്കുന്ന ഒരാൾ നിക്കറുമാമിയാണ്. അത് ആ പെണ്ണിന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സത്യം പറഞ്ഞാൽ ഈ പെണ്ണുമ്പിളയാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത ലേഡി എന്ന് പറയാം. ഒരാളെ പണിഷ് ചെയ്യുമ്പോൾ അവരുടെ നാട്ടിനെ പറ്റി പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ടും അല്ലെങ്കിൽ ആ രീതിയിൽ മോശപ്പെട്ട രീതിയിൽ അയാളെ ആക്കാൻ വേണ്ടിയിട്ട് എച്ചിന് വരെ വാരി വെതറി ഇട്ട് കൊടുത്ത് A-to-Z എല്ലായിടത്തും സ്ക്രൂ കയറ്റി തിരിച്ച് കളിച്ചത് മുഴുക്ക ഈ പെണ്ണാണെന്ന് ഞാൻ പറയും. ഇവർ തമ്മിൽ സൗഹൃദമാണ് എന്നിപ്പോൾ പറയുന്നു. ഇവർ തമ്മിൽ പ്രണയമാണ്, അതവളെ പറ്റിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവൾ കുറേ ഡ്രാമ അവിടെ കാണിച്ചായിരുന്നല്ലോ. ഇവക്ക് അവിടെ നിൽക്കാൻ ഇവരുടെ ചായ്വ് വേണമായിരുന്നു. ഒളിച്ചും പാത്തും തെന്നിയും തടുങ്ങിയും ഒക്കെ ഇവൾ എങ്ങനെയോ ആ 100 ദിവസം അവിടെ നിൽക്കാനുള്ള ചാൻസാണ് ഇവൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത് ഇവക്ക് നല്ല കണ്ണുണ്ട് ഗബ്രിയിൽ. കാരണം ഗബ്രിയും പറഞ്ഞിട്ട് ഞാൻ റസ്മിനെ ഒന്ന് നോക്കുമായിരുന്നു എന്ന്. അപ്പോൾ ഗബ്രിയെ ഒന്ന് കിട്ടുകയും ചെയ്യും, അവളെ ഒന്ന് തുരത്തി കളയുകയും ചെയ്യാം. ഇപ്പം ഇവളിവിടെ കൂടെ ചേർന്ന് നിൽക്കുന്ന കപ്രിയുമായിട്ട് ഇവൾ അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അവൾ അടുത്തു കഴിഞ്ഞാൽ ഇവർ രണ്ടും കൂടെ ഒന്നിക്കും. അത് ഇവക്ക് ശരിയാവത്തില്ല, സെറ്റ് ആവത്തില്ല. എടീ പെണ്ണുമ്പുളെ, അവളെ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ സ്ഥിതിക്ക് അവരൊന്നിക്കട്ടെ. നീ ഇടയിൽ കയറി ഇങ്ങനെ വിലങ്ങതടി ഇട്ടുകൊണ്ട് നിക്കറിട്ടുകൊണ്ട് നടക്കണ എന്തിനടി പെണ്ണെ? എനിക്കറിയത്തില്ല എന്തൊക്കെയാ പറയണേ. ഇവർ രണ്ടുപേരും ഭയങ്കര സംസാരശാലി. ഇവർ രണ്ടുപേരും ഒന്നിച്ചേ ഇരിക്കും, ഒന്നിച്ചേ കിടക്കും, ഒന്നിച്ചേ നടക്കും. ഇത് കാണുന്നവരെല്ലാം പറയൂലേ. അവർക്ക് മാത്രമാണ് പ്രശ്നമെങ്കിൽ കുഴപ്പമില്ല. ഇത് ശ്രീരേഖ ഉറങ്ങിക്കിടക്കുകയാണ്, എഴുന്നേര് ഞങ്ങൾക്ക് ഒന്നിച്ച് കിടക്കണം. യമുന റാണി ഉറങ്ങിക്കിടക്കുകയാണ്, ഇവിടെ കിടന്ന് കൂർക്കം വലിക്കരുത്, ഞങ്ങൾ ഒന്നിച്ച് കിടന്ന് വർത്താനം പറയണം. എവിടെയും ഒന്നിച്ച്. അതൊക്കെ എന്തുവാ? അവിടെ എത്രയോ പേരുണ്ട്, അവർക്കാർക്കും ഇല്ലാത്തൊരു ഒന്നിക്കൽ മഹാമഹം ഇവർക്കെന്താണ്? അല്ല നിക്കറ് സെറ്റി ശ്രീധൂനെ വിട്ട ഇവിടെ കയറി പിടിച്ച ഇപ്പം ക്രഷ് ഇങ്ങോട്ടായ. അപ്പം ഇവർ തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടെന്നല്ലേ ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കൈ എന്തുകൊണ്ട് ജാസ്മിൻ കണ്ടില്ല? അപ്പോൾ കൈയുടെ കേസ് അത് വേറൊരു കേസാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ കൈ അവിടെ ഉണ്ടായിരുന്നു, ഇവർ നല്ല കണക്ഷനുമായിരുന്നു. എന്തുകൊണ്ട് ഈ കൈ പിടിച്ച് അവർക്ക് സമാധാനിക്കാൻ പറ്റാണ്ട് പോയി? അതെന്തുകൊണ്ട് പറ്റാണ്ട്? ഓപ്പോസിറ്റ് സെറ്റ് അട്രാക്ഷൻ വരുവോളം. ഇവളാണെങ്കിൽ നിക്കറിട്ട് ആണുങ്ങളെ പോലെ നടക്കുന്നോളുമാണ്. അപ്പോൾ പിന്നെ അത് പോരായിരുന്നു. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ലെസ്റ്റ് തന്നെയല്ലയോ? അങ്ങനെയല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പോകുന്നതിന് മുമ്പ് നിങ്ങൾ യെല്ലോ കാർഡ് വാങ്ങിച്ചത് ജാസ്മിനെ തല്ലാൻ മനസ്സിലായി, കൈ പോയത് മനസ്സിലായി. അപ്പോൾ തല്ലത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ തല്ലാൻ വരുന്നത് ജാസ്മിനെയാണ്. അതൊക്കെ സംഭവിച്ചത്. അതെങ്ങനെ സംഭവിച്ചു പോയി. കാരണം കുറെ കാര്യങ്ങൾ എന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആക്കി. കുറെ കാര്യം ഒരു കൺഫ്യൂസിങ് സ്റ്റേജ് ഉണ്ട് ചിലത് എന്നുള്ള രീതിയിൽ ഞാൻ വിടാറുണ്ട്. ഇവളുടെ ആ ഒരു കൺഫ്യൂഷൻ എല്ലാം നമുക്ക് ഓപ്പൺ അപ്പ് ആയിട്ട് നമുക്ക് സംസാരിക്കാനും പറ്റാത്തൊരു സാഹചര്യം കൂടാണ്. ഇത്ര ക്യാമറ ഇതൊക്കെ അല്ലേ. അപ്പൊ ഇവക്ക് അത് വെച്ചിട്ട് ഇവിടെ ഭയങ്കര കൺഫ്യൂസ് ആയിപ്പോയി. ഇവൾ എന്നോട് ഇത് എല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, പക്ഷെ പ്രവർത്തിച്ചങ്ങ് കാണിച്ച്. ക്യാമറയൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴും ഓർത്താൽ പോരാ, അപ്പോഴും ഓർക്കണമായിരുന്നു. സംസാരിക്കുന്നില്ല. തുറന്ന് സംസാരിച്ചാൽ ഞാനത് എങ്ങനെ എടുക്കുമെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ആ പ്രശ്നം നമ്മുടെ അല്ല, എനിക്ക് ഒരു സാധനം ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ എന്താണെങ്കിലും അതിനെ ഫേസിൽ അറിയാൻ പറ്റും. 2 മൂന്ന് ഞാൻ നോക്കിയില്ല, അത് മനസ്സിലാക്കിയിട്ട് എന്താ പ്രശ്നം ഇവർ അറിയാൻ എന്റെ ഉള്ളിൽ സാധനം കയറി. ഇനി അവർക്ക് മനസ്സിലായി എന്തോ കയറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ തുറന്ന് സംസാരിക്കുന്നില്ല, ഞാൻ മാറി ആ ഒരു മറ്റേ ഗാർഡനിൽ കൂടി കിടന്നിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് അത് പറഞ്ഞ് തീർക്കാനുള്ള വരുന്നൊക്കെ ഒരു ഡിസ്കഷൻ വന്നപ്പോൾ മൊത്തം ബോസിന്റെ മരുമോളാണ് ഞാനെന്നൊക്കെ പറഞ്ഞിട്ട്. ബിഗ് ബോസിന്റെ മരുമോളല്ല, കെട്ടിയോളൂ. അങ്ങനെയാ പറഞ്ഞത്. ആരാടി മരുമോളെന്ന് പറഞ്ഞത്? നിന്റെ അടുത്ത് ഇതൊക്കെ ആരാ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? ആ കുട്ടി ഏതായാലും നിക്കർ ചേച്ചിയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ എനിക്ക് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓടിച്ചു വിട്ട് ഇത്രയും കേൾപ്പിച്ചത് തന്നെ.
ആക്ച്വലി എനിക്ക് ഇതിനകത്ത് പറയാൻ ഒന്നേ ഉള്ളൂ, ആ പെങ്കൊച്ചിനെ കൂടെ കൊണ്ട് നടന്നാൽ ഇവൾ കൂടുതൽ വൈറലാകും, കൂടുതൽ വയറ്റിലും ആകും, അത്രയേ ഉള്ളൂ. അല്ലാതെ ആ പെങ്കൊച്ച് ഇവളെ സേഫ് സോണിൽ നിർത്തുമെന്നോ ഒന്നുമല്ല. ഈ കൂടെ നടക്കുന്നത് മുഴുക്ക കുതികാലിട്ട്, പിന്നെ അവളുടെ ചാനലൊന്ന് വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്, അത്യാവശ്യം തുണിമണികൾ പിച്ചെടുക്കുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വളരെ നല്ല കാര്യം, സന്തോഷം, സുഹൃത്തും നടക്കട്ടെ, നടന്നു നിൽക്കട്ടെ. എക്സ്പ്ലനേഷനും വെളുപ്പിക്കാനും ഒക്കെ വന്ന അതിൻ്റെ കൂട്ടത്തിൽ ഈ സൗഹൃദം വെളുപ്പിക്കാൻ വരുമ്പോൾ ഞങ്ങൾ വേറൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കും. ഒരു കൈ അവിടെ ഇൻഡീഡ്, അവിടെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ. ഈ 50 ദിവസങ്ങളിൽ റസ്മിൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു കയ്യെ, വേറൊരു കയ്യെ അവൾ തേടിയിട്ടുണ്ടെങ്കിൽ ഷീ ഈസ് റോങ് ഇൻ സോ മെനി മാനർ. ആൻഡ് ദാറ്റ്സ് മൈ പോയിന്റ് എബൌട്ട് റസ്മിൻ. വീണ്ടും കാണാം.